മാംഗ്രോവ്സ് എന്നാണല്ലോ പറയുക, ഇംഗ്ലീഷിൽ പറയുന്നത്. മനുഷ്യൻ്റെ തൊടം തന്നെയാണ് കണ്ടൽ. കാരണം മനുഷ്യനുമായിട്ട് ഇത്രയധികം ഇഴകിച്ചേർന്നൊരു പ്രദേശം വേറെ ഉണ്ടാവില്ല. വേലിയേറ്റത്തിൽ ജലനിർഭരമാവുകയും മറ്റു ചില നേരങ്ങളിൽ ജലമൊഴിഞ്ഞു പോകുന്ന പരിസ്ഥിതിയിൽ മുളച്ചു പൊന്തിയ ഹരിതവിസ്മയം, അതാണ് കണ്ടലുകൾ. ഭൂമിയിലെ അതുല്യവും സവിശേഷവും അതുപോലെ തന്നെ ദുർബലവുമായ ആവാസ വ്യവസ്ഥ. കണ്ടൽക്കാടുകളെപ്പറ്റി ചുരുക്കി പറയാനാവുക അങ്ങനെയാണ്. ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ കണ്ടൽക്കാടുകൾ നൽകുന്ന വ്യത്യസ്തമായ ജൈവ വൈവിധ്യങ്ങളും സാമൂഹിക പാരിസ്ഥിതിക പ്രസക്തികളും വലുതാണ്. പാഴ്നിലങ്ങളിൽ വളരുന്ന പാഴ്ചെടികൾ എന്ന നിലയ്ക്ക് കണ്ടലിനെ പരിഗണിക്കുന്ന പൊതുസമൂഹത്തോട് ഇതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും ബോധ്യപ്പെടുത്താൻ കാര്യമായ ശ്രമങ്ങൾ നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അല്ല, മറ്റുള്ളവർ ആദ്യകാലത്ത് കണ്ടിരുന്നെങ്കിൽ തന്നെയാണ്. അത് കൈപ്പാടിനെ മൊത്തം, കൈപ്പാട് പറഞ്ഞാൽ വെറ്റ്ലാൻഡ് മൊത്തം കണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും ഇല്ലാത്തൊരു പ്രദേശമായിട്ടാണ്. പക്ഷേ 90കൾ കൂടിയിട്ട് ഇതിൻ്റെ ചിന്തക്കും അതുപോലെ മറ്റേ ആലോചനകൾക്കും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ശരിക്കും 90കളുടെ തുടക്കത്തിലാണ് കണ്ടൽ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുന്നതിനും അതിനുള്ള സമരങ്ങളൊക്കെ നടക്കുന്നത്. പ്രധാനമായിട്ട് ഇവിടെ വളപട്ടത്തൊക്കെ സമരം നടന്നത് അങ്ങനെ ആ വർഷം അതിൽ ആരംഭത്തിലാണ്, 90കളുടെ ആരംഭത്തിൽ. കേരളത്തിൽ കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ലയായ കണ്ണൂരിലും കണ്ടലുകളുടെ നിലനിൽപ്പിൽ ആശങ്കകൾ ഏറെയുണ്ട്. കേരളത്തിലെ 1900-ൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന കണ്ടലിൻ്റെ വിസ്തൃതിയിൽ നിന്ന് ഇന്ന് അത് വളരെയധികം ചുരുങ്ങിയിട്ട് പണ്ടുണ്ടായതിൻ്റെ ഒരു 10% താഴെ മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതായത് 90% കണ്ടൽ മേഖല കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ കണ്ടൽ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള സംരക്ഷിത മേഖലകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതോടൊപ്പം കേരളത്തിലെ കണ്ടൽക്കാടുകളിൽ ഒരു പകുതിയിലേറെ പ്രദേശം സ്വകാര്യ ഉടമസ്ഥതയിലാണ് ഉള്ളത്. ഇതും കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ പൊതുവെ കാണുന്നത് ഒന്ന് കുറ്റിക്കണ്ടൽ, അതുപോലെ ചക്കരക്കണ്ടൽ കുറവാണ്, ഈ ഭാഗത്ത് കുറവാണ്. ഉപ്പെട്ടി, കണ്ണാമ്പെട്ടി, അതുപോലെ നല്ല കണ്ടൽ, നല്ല കണ്ടയിലെ കണ്ടലാണ്. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മുടെ നാട്ടിൽ അറിയുന്ന പേരായിരിക്കില്ല ശരിയായ പേര്. അതിസൂക്ഷ്മമായ പരിസ്ഥിതി ജീവിതമാണ് കണ്ടൽക്കാടുകൾ പുലർത്തുന്നത്. അത് കേവലം കണ്ടലെന്ന ഒരു ചെടിയുടെ മാത്രം അതിജീവനമല്ല, നൂറുകണക്കിന് സവിശേഷ ജീവജാലങ്ങളുടെ സ്വസ്ഥ ജീവിതമാണ്. നമ്മൾ ടൂറിസ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് അറിയില്ല എന്നല്ലേ പറയാം. കാരണം ഇതൊരു ഒരു വല്ലാത്ത പ്രദേശമാണ്. നമ്മളെ കരപ്രദേശം പോലെയല്ല, ചളിയും എക്കലും ഇതൊക്കെ അടിഞ്ഞുകൂടിയൊരു പ്രദേശമാണ്. ഇവിടെ ഈ കാട് വളരൂ, ഇവിടെ മണ്ണുകൊണ്ടിട്ട് ഈ കാട് വളരില്ല. അതുപോലെ ഇതിൻ്റെ മിക്ക ചെടികളുടെ വേരുകൾ മുകളിലോട്ടാണ്, അതിൻ്റെ ശ്വസന വേരുകളാണ്. ഈ ശ്വസന വേരുകൾക്ക് മുകളിലാണ് ഈ മണ്ണ് ഇടുന്നത്. അതുകൊണ്ട് നല്ല നമ്മൾ ഒരു ജീവിൻ്റെ കഴുത്ത് പിടിച്ച് നിൽക്കുന്ന തുല്യമാണ്, അത് നശിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ആവാസ വ്യവസ്ഥേനെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ടൂറിസം വിടാം, അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് ഈ മണ്ണിട്ടിട്ടല്ല. ഓരോ കണ്ടൽപ്പാടങ്ങളും നിലനിൽക്കുമ്പോൾ പുലർന്നു പോരുന്ന പ്രാദേശിക തൊഴിൽ കാർഷിക സംസ്കാരങ്ങളും അനവധിയാണ്. ദളിത് ജീവിതങ്ങളുടെ ദൈനംദിനം പുലർന്നതും ഈ കണ്ടൽ ജീവിതങ്ങളുടെ തുടർച്ചയിലാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദളിത് സമൂഹത്തിൻ്റെ അവരെ പ്രധാനപ്പെട്ട അവർക്കൊരുപാട് അറിവുകളുണ്ട്. ഒന്ന് ആ മത്സ്യം പിടിക്കാനുള്ള ഉപകരണത്തിന് ഒരുപാട് അതുപോലെ കുത്തൂട്, അതുപോലെ ഇത് ചേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനമുണ്ട്. കണ്ടൽ കേവലം ഒരു പാഴ്ചെടി മാത്രമല്ലെന്ന ശക്തമായ പാരിസ്ഥിതിക ബോധം ഉണ്ടാവുക എന്നത് മാത്രമാണ് കണ്ടൽ കാടായി പുലരാനുള്ള ഏക വഴി.